എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നൽകുന്നത്? വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? തീർച്ചയായും ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും? ജയിക്കാൻ സഹായിക്കും. കാരണം നിങ്ങൾ NSS പോലെയുള്ള ഓരോ സംഘടനകളിൽ കൂടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. അത് CE മാർക്ക് പോലെയല്ല. CE മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമേ നിങ്ങളെ സഹായിക്കുള്ളൂവെങ്കിൽ ഗ്രേസ് മാർക്ക് അങ്ങനെയല്ല, നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് 24 മാർക്കിൽ കുറവുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ വിഷയത്തിനും ഡിവൈഡ് ചെയ്താണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. ഇപ്പോൾ ഡിവൈഡ് ചെയ്താണ് 6 വിഷയത്തിനും തുല്യമായ രീതിയിലാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. ഇനിയിപ്പോൾ 5 വിഷയത്തിനും ജയിച്ച് ഒരു വിഷയത്തിന് ഏതെങ്കിലും വിദ്യാർത്ഥി തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ മാർക്ക് മറ്റ് വിഷയങ്ങൾക്കും കൂടി കൊടുക്കേണ്ട കൂടുതൽ മാർക്ക് ഇതിലേക്കിട്ട് ജയിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എല്ലാ വിഷയത്തിനും ജയിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 6 വിഷയത്തിനും കോമൺ ആയിട്ട് മാത്രമേ ഗ്രേസ് മാർക്ക് നൽകുകയുള്ളൂ. ജയിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ ഫെയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഗ്രേസ് മാർക്ക് കോമൺ ആയിട്ട് അത് എല്ലാ വിഷയങ്ങൾക്കും തുല്യമായി നൽകാതെ ഏത് വിഷയത്തിനാണോ നിങ്ങൾക്ക് മാർക്ക് കുറവുള്ളത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഗ്രേസ് മാർക്ക് നൽകി നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യും? ജയിക്കാൻ സഹായിക്കും. അത് എല്ലാ വിഷയത്തിനും ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് എല്ലാ വിഷയത്തിനും കോമൺ ആയിട്ട് ഇത് നിശ്ചിത മാർക്ക് കാണുമല്ലോ. ഇപ്പം 30 മാർക്കാണെങ്കിൽ ആ 30 6ആയിട്ട് ഭാഗിച്ച് എന്ത് ചെയ്യും? 6 വിഷയത്തിനായിട്ട് നൽകും. ഇനി 20 ആണെങ്കിൽ 20 6ആയിട്ട് ഭാഗിച്ച് 6 വിഷയത്തിന് നൽകും. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിന് ഫെയിലാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ ആ വിഷയത്തിന് കൂടുതൽ ഗ്രേസ് മാർക്ക് നൽകി എന്ത് ചെയ്യും? നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും. അതോർത്ത് വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും. മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ, ഞാൻ മറുപടിയായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറുപടി തരാമെന്ന്. ഇത് എന്നോട് ഒരു വിദ്യാർത്ഥി കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. നിങ്ങൾക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.